अच्छा, नमस्कार। आज नाम तो डीड की हट्टी नामक कहानी पढ़ना चाहता है। अदाയത് അധ്യായം 16 16ാമത്തെ അധ്യായമാണ് നമ്മൾ നിൽക്കുന്നത്. ഡീഡിക്കി ഹട്ടി. ഡീഡിക്കി ഹട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നട്ടല്. നട്ടലില്ലാത്തതെന്നൊക്കെ പറയില്ല നമ്മൾ. അവനൊരു നട്ടലില്ലാത്തവനാന്ന് പറയില്ല. അങ്ങനെയുള്ള ഒരു കഥയാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിലിപ്പോൾ ടീച്ചർ കഥയുടെ സംക്ഷിപ്ത രൂപം ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് അവിവരണത്തിലേക്ക് പോകട്ടെ. हमारे समाज में विवाह एक महत्वपूर्ण संस्कार है. നമ്മളുടെ സംസ്കാരത്തിലെ വിവാഹം എന്ന് പറയുന്ന വലിയൊരു മഹത്തായ ഒരു കാര്യമായിട്ടാണ്, കർമ്മമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. विवाह प्रक्रिया में दो परिवारों के केंद्र में रखकर निर्णय लिया जाता है. അപ്പൊ ഈ കല്യാണം എന്ന് പറയുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേർന്നിട്ടുള്ള ചേർന്ന്, അത് നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞറിയാതെ തന്നെ അറിയാലോ കല്യാണം എങ്ങനെയാ നടക്കുക. പെണ്ണിന്റെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടുകാരും വരുന്നു, കാണുന്നു, കേൾക്കുന്നു, പറഞ്ഞു വെക്കുന്നു, എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം, എല്ലാ കണ്ടീഷൻസും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിച്ചതിന് ശേഷമാണ് കല്യാണം നടക്കുന്നത്. എന്നാൽ വിവാഹ के फैसले में लड़की की सहमति महत्वपूर्ण नहीं समझी जाती है. അക്കാലത്ത് പെൺകുട്ടിയുടെ കല്യാണം കഴിക്കുന്ന ചെറുക്കനും പെണ്ണും അല്ലേ, കല്യാണ ചെറുക്കനും പെണ്ണുമാണ്. പക്ഷെ സംസാരം മുഴുവൻ നടക്കുന്ന വീട്ടുകാരുമായിട്ടാണ്. ചെക്കൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കും. എന്നാൽ ലടുക്കിക്ക് ബാത്ത് കോയി നഹി സോച്താ ഹൈ. പെൺകുട്ടിയുടെ കാര്യത്തിൽ ആർക്കും യാതൊരു ചിന്തയില്ല. അവള് വല്ല എന്താ പറയുക, പ്രതിഷ്ഠിച്ച വസ്തുമാതിരി അവിടെ ഇരിക്കണം. അവളോട് ഇത് വേണോ, ഇത് നമുക്ക് ഇഷ്ടമായോ, അല്ലെങ്കിൽ ഇത് നടത്തട്ടെ എന്നും അങ്ങനത്തെ ഒരു ചോദ്യവും അവിടെ ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. ലടുക്കിക്ക് സഹമതി എന്ന സമ്മതം മഹത്വപൂർണ്ണ നെയ്യ് സഞ്ചിജാത്തി, യാതൊരു മഹത്വവും അതിന് കൊടുക്കില്ല. വിവാഹ ബന്ധൻ സ്ഥായി മാനാ ജാത്ത ഹൈ. വിവാഹ ജീവിതം സ്ഥായിയാണെന്ന് പറയുന്നു. എന്നാൽ സമസ്യ തബ് ആത്തി ഹൈ ജബ് പുരുഷ വർഗ അപ്പന പ്രഭുത്വ ജമാനെ കി കോശിഷ് കർത്താ ഹൈ. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് ജീവിതത്തിൽ പ്രശ്നം വരുന്നത് എപ്പോഴാത്താ തബ് ആത്താ ഹൈ കി പുരുഷ അപ്പന പ്രഭുത്വ സ്ഥാപിത് കർണ ചാത്ത ഹൈ. പുരുഷനാണല്ലേ, പൗരുഷമുള്ളവനാണ് പുരുഷൻ. പിന്നെ ഭർത്താവാണ്, ഭരിക്കുന്നവനാണ്. ഭാര്യ ഭരിക്കപ്പെടുന്നവൾ. അപ്പം ഭർത്താവ് ഭാര്യനല്ലേ ഭരിക്കാൻ പറ്റുള്ളൂ. അവളെ തന്നെ അതാണ് ഭാര്യ. അപ്പൊ അങ്ങനെയുള്ളൊരു ചിന്താഗതി പണ്ട് കാലത്ത് വല്ലാതെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പെൺകുട്ടികളോടൊന്നും പറ്റൂല കേട്ടോ. അപ്പൊ ഇന്നത്തെ പെൺകുട്ടികൾ അധികം ആവാനും പാടില്ല, കുറയാനും പാടില്ല കേട്ടോ. അങ്ങനെ നിന്നോളണേ. നമ്മളുടെ ജീവിതം സഫലമായി നീങ്ങണമെങ്കിൽ എന്ത് വേണമെന്ന് ഇതിൽ പറയണ്ട, അതുപോലെ ചെയ്താൽ മതി കേട്ടോ. विवाह का बंधन स्थायी माना जाता है. समस्या तब आती है जब पुरुष वर्ग अपना प्रभुत्व जमाने की कोशिश करता है. यह बंधन तब स्थायी बना रहता है जब स्त्री और पुरुष दोनों की बराबरी आवश्यक है. लेखक कहता है कि यह बंधन എന്നാല് ബന്ധം, ആ ബന്ധം വിവാഹ ജീവിതത്തിലെ ബന്ധം സ്ഥായിയായി നിൽക്കണമെങ്കിൽ സ്ത്രീ और पुरुष दोनों അഡ്ജസ്റ്റ് കർണ ചാഹിയെ. രണ്ടുപേരും അഡ്ജസ്റ്റ്മെന്റോട് കൂടി പോകണം, അല്ലെങ്കിൽ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോയില്ല. ഭാര്യ പറയാൻ ഞാൻ പറഞ്ഞതാ ശരി എന്ന് പറഞ്ഞാൽ അതേപടി അങ്ങനെ നിന്ന ഭർത്താവ് സമ്മതിക്കുമോ? ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷെ എന്നാലും ഭർത്താവ് അത് അങ്ങനെയല്ലടി ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ അപ്പം അങ്ങോട്ട് സഹകരിച്ചു കൊടുത്താളാ. പിന്നെ അവരുടെ ദേഷ്യം കോപമൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. അപ്പൊ അവിടെ കുറച്ച് നമ്മൾ താഴ്ന്നെന്ന് വിചാരിച്ച് അതേപോലെ തന്നെയാണ് ഭർത്താക്കന്മാർക്കും. ഇപ്പൊ പെണ്ണുങ്ങൾ വിവരക്കേട് കണ്ടോ, വിവരമുണ്ടായിട്ടോ എന്തോ ആയിക്കോട്ടെ, എന്തോ പറഞ്ഞത് അവരുടെ ഭർത്താക്കന്മാരുടെ ദൃഷ്ടിയിൽ അത് തെറ്റാന്ന് തോന്നിയാല് കുറച്ച് നേരത്തേക്ക് അത് ക്ഷമിച്ചാളെ. പിന്നെ നല്ല ഷോപ്പിങ്ങിൽ വന്നൊക്കെ പറഞ്ഞാല് ഭർത്താവായാലും കേൾക്കും, ഭാര്യ ആയാലും കേൾക്കും. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റോട് കൂടി പോയെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ് ലേഖകൻ നമ്മളോട് പറയുന്നത്. നമ്മളോട് പറയുന്നതല്ല, ജീവിതവും അങ്ങനെ തന്നെയാണ്. ये कहानी सामाजिक व्यवस्था की कुछ रूढ़ियों और गलत परंपराओं को हमारे सामने लाती है. അപ്പൊ ഈ കഥ നമ്മളുടെ മുന്നിൽ നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ച് പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളെയും തെറ്റായ മാർഗത്തിലൂടെ നടക്കുന്നത് കൊണ്ടുള്ള ചില തെറ്റായ മാർഗം എന്ന് വെച്ചാൽ ആ പരമ്പരാഗതമായിട്ടുള്ള ചില കാര്യങ്ങൾ
നമ്മളുടെ മുന്നിൽ വെച്ച് തരികയാണ് ചെയ്യുന്നത്. परंपराओं हमारे सामने रखती है. हमारे समाज में विवाह दो व्यक्तियों से अधिक दो परिवारों का संबंध है. അപ്പോൾ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിയെയും മാത്രം സംബന്ധിക്കുന്നതല്ല, അന്നത്തെ കാലത്ത് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കൂടെ അക്കാലത്ത് ശ്രദ്ധിച്ചിരുന്നു. विवाह में लड़के लड़कियों की रुचि अरुचि का ध्यान रखना और समझदारी का होना जरूरी है. അക്കാലത്ത് അതൊന്നുമില്ല. അതായത് കുടുംബങ്ങൾ തമ്മിൽ പറഞ്ഞ് തീരുമാനിച്ച് കല്യാണം കഴിപ്പിക്കുക എന്നാൽ ഇന്നതല്ല. ഇപ്പൊ ലേഖനം പറയുന്നത് എന്താണ്? പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും രുചിയോ അരുചിയോ അറിഞ്ഞതിന് ശേഷം മാത്രമേ കല്യാണം നടത്താവുള്ളൂ എന്നാണ് कवि പറയുന്നത്. रीढ़ की हड्डी एक सामाजिक कहानी है. इसमें मध्यवर्गीय परिवार की एक पढ़ी लिखी लड़की के सामने आने वाली चुनौतियों का मर्मस्पर्शी चित्रण खींचा है. ഈ കഥയുടെ മർമ്മസ്പർശിയായിട്ടുള്ള ഒരു പോയിന്റ് എന്താ വെച്ചാൽ, പഠി ലിഖി ഏക്ക് ലടുക്കിക്ക് സാമന, നല്ല വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയുടെ മുന്നില് ഒരു തരം കുറച്ച് വെല്ലുവിളികളായിട്ടാണ് വരുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ്റെ ചോദ്യങ്ങളും അച്ഛനെ കുട്ടീനെ ഇന്റർവ്യൂ ചെയ്യുന്നവര് പാട്ട് പാടിക്കുന്നതും ഒക്കെ ഉള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ആ കാര്യത്തിൽ നിന്ന് നമുക്ക് അതാ മനസ്സിലാക്കണം. അതാ നമ്മുടെ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ അതൊരു ചുനൗത്തി, വെല്ലുവിളിയായിട്ടാണ് അവള് കാണുന്നത്. राम स्वरूप अपनी बेटी उमा का विवाह के लिए चिंतित है और प्रयासरत है. അപ്പോൾ രാമനാഥ് എന്ന് പറയുന്നത് രാം സ്വരൂപ് തൻ്റെ മകൾ ഉമയുടെ കല്യാണത്തിന് വളരെ ബേജാറായിട്ട് നടക്കുക. വരുന്നൊന്നും നടക്കാത്തത് കൊണ്ട് അയാൾ വളരെ ബേജാറായിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ലടുക്കെ വാലെ ലടുക്കിക്കോ കൈ ബാർ ദേഖുക, വീട്ടുകാർ വന്നിട്ട്, ആൺകുട്ടിയുടെ വീട്ടുകാർ വന്ന് ഒരുപാട് കണ്ടുപോയി. ലേക്കിൻ വിവാഹ് നിശ്ചിത് നെയ്യോ പായ, വിവാഹം കണ്ട് തീരുമാനിച്ച് കിട്ടുന്നില്ല. ഗോപാൽ പ്രസാദ് और शंकर के आने पर उमा को तैयार होकर सामने बुलाया जाता है. അങ്ങനെ ചക്കനും അച്ഛനും കാണാൻ വന്നപ്പോൾ ഉമ ഒക്കെ പുറപ്പെട്ട് പിടിച്ച് ഒരുങ്ങി പിടിച്ച് അവരുടെ മുന്നിൽ ചെല്ലേണ്ടി വന്നു. അങ്ങനെ ചെല്ലുന്നു. जाता है. लड़के वालों के देखने के ढंग उसके सवालों और उमा की उच्च शिक्षा पर उनके व्यवहार से आहत होकर പ്രതിരോധ करती है. അപ്പൊ അങ്ങനെ ഉമ വിദ്യാസമ്പന്നയാണെന്ന് പറഞ്ഞാല് അവര് എന്തായാലും പ്രതിരോധം കാണിക്കുക എന്നുള്ളത് ഉറപ്പാണ്. ഉമാക്ക ഗോപാൽ പ്രസാദ് से सीधे प्रश्न करना जवाब देना आदि उन्हें बेइज्जती रखती है. അപ്പൊ ഉമ പഠിച്ച കുട്ടിയാണല്ലോ, അവൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഈ ഗോപാൽ പ്രസാദിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അതുകൂടി ആയപ്പോഴേക്ക് അയാൾക്ക് ആകെക്കൂടെ അപമാനം, അയാൾ അപമാനിതനായ പോലത്തെ ഒരു അനുഭൂതി ഉണ്ടാവുക ചെയ്യുന്നത്. ഉമ ആധുനിക് സ്ത്രീ ഹെ, उसका अपना व्यक्तित्व है, अपना विचार है, രുചി അരുചി ഹെ, സച്ചി ബാത്ത് കഹിനേക്ക സാഹസ് ബി ഹെ. അതാണ് വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് അവളുടെ ജീവിതത്തിൽ അവളുടേതായിട്ടുള്ള രുചിയും അരുചിയും ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ഉണ്ട്. അപ്പൊ അവൾ അതെല്ലാം തുറന്ന് ചോദിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ തെറ്റ്. ഈ സേകാംഗി മേ സാമാജിക് ഇസി സമസ്യക്ക് പ്രസ്തുത കിയാ ഗയാ ഹെ. ആ പ്രശ്നമാണ് അവിടെ ഈ കഥയിൽ പ്രകടമാക്കുന്നത്. ലड़की विवाह की परंपराओं और पुरुष प्रधान मानसिकता पर सवाल खड़े रहती है. പെൺകുട്ടി എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഒരു വിവാഹത്തിന് അങ്ങോട്ട് നിന്നു കൊടുക്കുന്ന ഒരു പരമ്പര. എന്നാൽ പുരുഷ പ്രധാനമായിട്ടുള്ള വിവാഹമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അവർക്ക് അവരുടേതായ എല്ലാ കാര്യങ്ങളും ചോദിക്കുക അറിയുകയൊക്കെ ചെയ്യാം. എന്നാൽ സ്ത്രീയിൽ നിന്ന് ഒരു വാക്ക് പോലും പറയാനോ ചോദിക്കാനുള്ള അവകാശം ഇല്ലാത്തൊരു കാലഘട്ടം. അപ്പോൾ പൂച്ചനേക്ക ഉൻക തരീക്ക അവർ സഭി അസഹജ് കത്തേത്ത. എന്നാൽ നമ്മളുടെ ഉമ്മ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അടുത്ത് ഭർത്താവാകാൻ പോകുന്ന ആളുടെ അച്ഛൻ്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചില്ലേ, അത് അയാൾക്ക് വല്ലാത്തൊരു ഒരു അപമാനം പോലെ ആയി തോന്നുന്നു. ലടുക്കി കാ ജവാബ് ദേന പ്രായ അശിഷ്ടത കാ സൂചക് മാനാ ജാതാ ഹൈ. പെൺകുട്ടി ചോദ്യം ചോദിക്കുക അതൊരു എന്താ പറയുക, അശിഷ്ടത, അനാചാരമായിട്ട്, അതായത് ഒരു അസംസ്കൃതമായിട്ട് അയാൾക്ക് തോന്നുക ചെയ്യുന്നത്. ഉമാക്കെ പ്രശ്ന और तर्क से गोपाल प्रसाद और शंकर तिल मिलाते हैं. അപ്പൊ ഉമ ഇങ്ങനെ ചോദിക്കുക ഉത്തരമൊക്കെ പറയുകയൊക്കെ ചെയ്തില്ല. അതോടുകൂടെ ഗോപാൽ പ്രസാദും ശങ്കറും ആകെ കൂടെ
എന്താ പറയുക വെമ്പൽ കൊണ്ടുപോയി. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയായി കഴിഞ്ഞു. उन्हें अपनी बेइज्जती के लिखती है। सामाजिक इस मानसिकता में स्त्रियों के प्रति संवेदनशील बनना एक ഏകാംഗി का मुख्य उद्देश्य है. അതായത് ഇങ്ങനെ ആവുമ്പോഴേ ഒടുവിൽ അവൾ കുറേ കഴിഞ്ഞപ്പോൾ അവൾ ചോദിക്കണ്ടല്ലോ, ഇത്രയൊക്കെ ചോദിക്കാനും പറയാനും നിങ്ങളുടെ മകന് നട്ടെല്ലുണ്ടോ എന്നൊരു ചോദ്യം അവൾ ചോദിക്കുന്നുണ്ട്. കാരണം അവർ തമ്മിൽ ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാണ്. ആ കോളേജിൽ പഠിച്ചപ്പോൾ എന്തോ ഒരു പ്രശ്നത്തിന് അവനെ അടി കിട്ടി, അവൻ്റെ നട്ടെല്ലൊടിഞ്ഞ ഒരു കഥയൊക്കെ അവൾക്കറിയാം. ആ ഒരു ചോദ്യം ചോദിച്ചതോടുകൂടിയാണ് അച്ഛനും മകനും ആ കുട പൊളഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അങ്ങനെയുള്ളൊരു തത്വമാണ് നമ്മൾക്ക് ഈ കഥയിലൂടെ നമ്മളുടെ ലേഖകൻ നമ്മളുടെ മുന്നിൽ വെച്ചിട്ടുള്ള. സ്ത്രീക്കും തുല്യ പങ്കുണ്ട് വിവാഹത്തില്. അവളോടും അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ചോദിച്ചേ ചെയ്യാവൂ എന്നാണ് ലേഖകൻ നമുക്ക് തരുന്ന സന്ദേശം. അച്ഛത്വ യഹാൻ സമാപ്ത ഹോ ഗയാ ഹെ. അപ്പോൾ 16-ാമത്തെ അധ്യായം ഇവിടെ കഴിയാണ് ചെയ്യുന്നത്.